ഇന്ന് രാവിലെ നമ്മൾ ഒന്നും ഉണ്ടാക്കിയില്ല, സാധാരണ പോലെ അല്ല. ഇന്ന് റിച്ചുവിന് സ്കൂളില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു രാവിലെ പോയി ഒരു മസാല ദോശ കഴിക്കാന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കണം. രാവിലെ എന്ന് പറഞ്ഞാൽ മണി 8:45 കാരണം നമ്മൾ ഇന്ന് താമസിച്ചാണ് ഉറക്കം എഴുന്നേറ്റ് ഗൈസ്. അപ്പൊ നമ്മള് ഇന്ന് തെണ്ടിത്തിരിയാൻ പോകുന്നത് മസാല ദോശ കഴിക്കാൻ. അപ്പൊ അതിന്റെ കൂടെ നിങ്ങളെയും കൊണ്ടുപോവാം. Come on guys. കാരണം ഇത് കഴിഞ്ഞ് രാജേഷിന് ഓഫീസിൽ പോകാനുള്ളതാണ്. അവിടെ പോയി കിടന്ന് ഡ്യൂട്ടി ചെയ്യണം, ഉറങ്ങാനുള്ള ഡ്യൂട്ടി. ഉറക്കം മസ്റ്റാണ് ഗൈസ്. അത് കറക്റ്റ് 10:30 ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതമാകെ താറുമാറായി പോവും. അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ ഓഫീസിലേക്ക് നമ്മൾ കൊണ്ടാക്കും. നമ്മൾ അങ്ങനെ ഈഞ്ചക്കലെത്തി. ഈഞ്ചക്കൽ ഫ്ലൈ ഓവറിൻ്റെ പണി വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെ പടിഞ്ഞാറേക്കോട്ടെ നമ്മൾ ഉടുപ്പി ഹോട്ടലുണ്ട്, വെജിറ്റേറിയൻ ആണ്, നല്ല ഹോട്ടലാണ്. നമ്മൾ സ്ഥിരം അവിടുത്തെ കസ്റ്റമർ ആയിരുന്നു പണ്ട്, കുറച്ച് നാൾ മുന്നേ. ഇപ്പം വീട് മാറിയതിന് ശേഷമാണ് അവിടെ വരൽ കുറച്ച് കുറഞ്ഞ്. അപ്പം നമ്മൾ വിചാരിച്ചു രാവിലെ അവിടെ പോയി നല്ല മസാല ദോശയും നെയ് റോസ്റ്റും ഇഡ്ഡലിയും എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഉടുപ്പിയുടെ അടുത്തെത്തി, ഉടുപ്പിയുടെ ഫ്രണ്ടിലെത്തി ഉടുപ്പി ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഉടുപ്പിയിലേക്ക് കയറി. ഇതാണ് നമ്മുടെ റസാക്ക്, കാസർഗോഡ് ആണ്. ഇത് നമ്മുടെ കാസർഗോഡ് റസാക്കാണ്, ഭയങ്കര ഫേമസ് ആണ്. ട്രിവാൻഡ്രത്ത് ഒരുവിധം വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ ഭരിക്കുന്ന റസാക്കാണ്. ഇട്ടിട്ടുള്ള ഒരു ദോശ. അപ്പൊ എനിക്ക് അങ്ങനെ അത് വേണ്ട, അവന് ഊത്തപ്പം വേണ്ട. പിന്നെ ഇതെന്താ പറയാ, ബട്ടൂര ഉണ്ടോ? നെയ് റോസ്റ്റ് മതി. അങ്ങനെ നമുക്ക് ഫുഡൊക്കെ എത്തിക്കഴിഞ്ഞു ഗൈസ്. ഞാൻ ഓർഡർ ചെയ്തത് ഇഡ്ഡലിയാണ്, ജി ഓർഡർ ചെയ്തത് പുട്ടും കടലക്കറിയും, റിച്ചൻ ഓർഡർ ചെയ്തത് നമ്മുടെ മസാല ദോശയും, റിച്ച് ഓർഡർ ചെയ്ത നെയ് റോസ്റ്റും. അങ്ങനെ നാല് വഴിക്ക് നിന്നാണ് ഓർഡർ ചെയ്ത് ഓരോന്ന് വരുത്തിയത്. അങ്ങനെ പിന്നെ അറഞ്ചം പുറഞ്ചം കഴിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു ഗൈസ്. പുട്ടും കടലക്കറി എങ്ങനെയുണ്ട്? ടേസ്റ്റാ? അടിപൊളി. രാജേഷിന് മസാല ദോശ അങ്ങനത്തെ ഇതിലോട്ട് വലിയ താല്പര്യമില്ല, ഇങ്ങനത്തെ ഫുഡിലോട്ടാണ് താല്പര്യം, ആണ് അടിച്ചു വിടുന്നത്. പുട്ട് കഴിച്ചിട്ടാണ് ഓഫീസിൽ പോയി തള്ളാനുള്ള ഗൈസ്. മസാല ദോശ എങ്ങനെയുണ്ട്? സൂപ്പർ. ഈ ഒരു ചട്നി ഉണ്ടല്ലോ ഭയങ്കര. പുട്ട് കഴിച്ചിട്ട് എങ്ങനെ ഓഫീസിൽ കുറ്റിയായിട്ട് തള്ളോ? അത് പുട്ട് കഴിച്ചിട്ട് പോയാല് ഓഫീസിൽ തള്ളാവുള്ള. പുട്ട് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു രാജേഷ് ഇപ്പോഴേ തള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ രസവടയൊക്കെ തൈര് വടയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായയൊക്കെ ഓർഡർ ചെയ്ത് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഫുഡൊക്കെ നല്ല വെടുപ്പ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് രാജേഷ് പുട്ടൊക്കെ കഴിഞ്ഞത് കാരണമാണെന്ന് തോന്നുന്നു രാജേഷിന് വീണ്ടും വിശപ്പടിച്ചു. വീണ്ടും 2 പെറോട്ട ഓർഡർ ചെയ്തു, അതും കഴിച്ചു. അതും കഴിച്ച് എല്ലാവരും നല്ല വൃത്തി ഫുഡ് കഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് റസാക്കിനോട് എന്താണ് സുഖവിവരങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞു. പാത്രമൊക്കെ ഇനി കഴുകി വെക്കണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എല്ലാം നല്ലതായിട്ട് നമ്മൾ തന്നെ നക്കി തുടച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്ക് അതിൻ്റെ ഒരു റിസ്ക് എടുക്കണ്ട. അങ്ങനെ നമ്മൾ ഓഫീസ് എത്തിക്കഴിഞ്ഞു ഗൈസ്. അങ്ങനെ രാജേഷിൻ്റെ ബാക്കിൽ കൂടെ നമ്മളും ഓഫീസിൽ കയറി. നമ്മളടുത്ത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു പൊക്കോ എന്ന്, പക്ഷെ നമ്മളത് കേട്ടില്ല. നേരെ ഓഫീസിലേക്ക് നുഴഞ്ഞു കയറി തന്നെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും
ഒരേ ഓട്ടവും ബഹളവും അതും ഇതും പെറുക്കിയെടുക്കലും ഒക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവനവന് ഇരിക്കാനുള്ള സ്ഥലത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും കയറി ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെയായി സ്ഥിതി. അത് കഴിഞ്ഞ് രാജേഷ് നമ്മളെ എങ്ങനെയെങ്കിലും ഇറക്കി വെളിയിലാക്കി ഓട്ടിച്ചു വിട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ പുറത്തായി. അങ്ങനെ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് എൻ്റെ സ്വന്തം ആശാനെ കണ്ടത്. എന്നെ കാറ് പഠിച്ച എൻ്റെ സ്വന്തം ഒന്നിപ്പോ വരാട്ടോ, ഒന്ന് കറങ്ങിട്ട് പോരാ. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു നമ്മൾ നേരെ തിരിച്ചു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ഡ്യൂട്ടി. അപ്പോൾ ബൈ ഗൈസ്, സന്ധിക്കും വരെ വണക്കം, ബൈ.